നമസ്കാരം. ഫുട്ബോൾ ക്രോണിക്കിൾസിൻ്റെ മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന റൗണ്ട് 7 ചാമ്പ്യൻസ് ലീഗ് മത്സരം എന്താ പറയുക, ഒരു എല്ലാം കടന്നൊരു ആബ്സല്യൂട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ലൈക്ക് ഒരു ആബ്സല്യൂട്ട് എൻ്റർടൈനിങ് ആബ്സല്യൂട്ട് മാച്ചസ് ഉണ്ടായിരുന്നു. ലൈക്ക് റിയൽ മാഡ്രിഡ് വേഴ്സസ് റെഡ് ബുക്ക് സാൽസ്ബർഗ്. ലൈക്ക് വാട്ട് എ മാച്ച്. റിയൽ മാഡ്രിഡിൻ്റെ ഒരു ടോപ്പ് 4 അവരുടെ എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ, ബെല്ലിംഗം അവരെന്താ പറയുക, ഒരു അഴിഞ്ഞാടുകയായിരുന്നു. സാന്റിയാഗോ ബെർണാബ്യൂവിൽ റെഡ് ബുക്ക് സാൽസ്ബർഗിനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞൊരു മത്സരം. പിന്നെ ഒബ്വിയസ്ലി ബായർൻ മ്യൂണിച്ച് വേഴ്സസ് ഫെയർനോർഡ് സ്റ്റേഡിയത്തിൽ പോയി ഫെയർനോർഡ് 3-0. വിൻസെന്റ് കമ്പനി ഒരിക്കലും ഒരു 3-0 ഡിഫീറ്റ്, അതും ഫെയർനോർഡിൻ്റെ സ്റ്റേഡിയത്തിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു റിസൾട്ടാണ്. പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന മത്സരം PSG വേഴ്സസ് മാൻ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു എന്താ പറയുക, ഒരു ബിഗ്ഗസ്റ്റ് അപ്സെറ്റാണ് ലൈക്ക് ഇന്നലെ നടന്ന PSG വേഴ്സസ് മാൻ സിറ്റി മാച്ച്. 4-2 അവർ തോറ്റുപോയ മത്സരം. ലൈക്ക് മാൻ സിറ്റി ഹാഡ് ടു വിൻ ദിസ് മാച്ച്. ലൈക്ക് അവരുടെ ഒരു ലൂസിങ് സ്ട്രീക്ക് ആയിരുന്നു. നമുക്കറിയാം 2024 ലാസ്റ്റ് വരുമ്പോഴേക്ക് ദേവർ ഓൺ എ ലൈക്ക് വിൻലെസ് സ്ട്രീക്ക് എന്തൊക്കെയോ പറ്റിക്കൊണ്ടിരുന്നതാണ്. ബട്ട് 2025 വന്നപ്പോൾ ലൈക്ക് ദേ ഹാഡ് ദ വിന്നിങ് മൊമെൻറ്റം. ഇൻ 5 matches ദേ സ്കോർ ഓൾമോസ്റ്റ് 20 goals. ലൈക്ക് നമുക്കൊരു പഴയ പെപ്പിൻ്റെ ലൈക്ക് ഒരു അറ്റാക്കിംഗ് സിറ്റിയെ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലാണ് UCL. ലൈക്ക് അവർക്ക് എന്തായാലും ജയിക്കേണ്ട ഒരു മത്സരത്തിൽ 4-2 എന്ന് പറഞ്ഞൊരു ഡിഫീറ്റ്. അതും എന്താണ് സിറ്റി ടീം കാണിക്കുന്നത്. ലൈക്ക് അവർ മര്യാദയ്ക്ക് വർക്ക് ആവുന്നില്ല, ഒന്നും ആവുന്നില്ല. ലൈക്ക് 4-2 അതും 2 ഗോളിന് ലീഡ് കിട്ടിയ ശേഷം ഒരു 4 ഗോൾ തിരിച്ചു മേടിച്ച് പെപ്പ് ഗാർഡിയോളയുടെ മാൻ സിറ്റി നോക്കാന്ന് വെച്ചാൽ നമ്മളൊന്നും കേട്ടിട്ടേ ഇല്ലാത്തൊരു സംഗതിയാണ്. പെപ്പ് ഗാർഡിയോള എന്താണ് ഈ ചെങ്ങായിക്ക് പറ്റിയേക്കുന്നത്. ലൈക്ക് പെപ്പ് ഗാർഡിയോളയെ ഫുട്ബോൾ പഠിപ്പിക്കാൻ നമ്മളൊന്നും ആയിട്ടില്ല, ഇത് വേറെ കാര്യം. ലൈക്ക് പെപ്പ് ഗാർഡിയോളയ്ക്ക് എന്താണ് പറ്റിയേക്കുന്നത്. ടാക്ടിക്കൽ ലൈക്ക് പെപ്പ് ഗാർഡിയോളയ്ക്ക് ടാക്ടിക്സ് ഒരിക്കലും തെറ്റില്ല. ആ ടീമിന് എന്തോ പറ്റിയിട്ടുണ്ട്. ആ ടീമിന് മാഞ്ചസ്റ്റർ സിറ്റീസ് ഡൗൺഫോൾ ഹാസ് ടു ബി സ്റ്റഡീഡ്. PSG വരുവാണെങ്കിൽ അവരുടെ ഒരു മിഡ്ഫീൽഡ്, വാവ്, വാട്ട് എ മിഡ്ഫീൽഡ് ദേ ഹാഡ്. ജീസസ് നെവാസ്, വിറ്റീന, ഫാബിൻ റൂയിസ്, ലൈക്ക് വാട്ട് ആൻ ആബ്സല്യൂട്ട് പെർഫോമൻസ് വർ ദേ ഹാവിങ്. ദെൻ ബാർക്കോള, he is currently one of the best wingers in the world right now. What a performance was he having. Like മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു ഡിഫെൻസീവ് വീക്ക്നെസ്സിനെ ഓരോന്നും ലൈക്ക് ആ യൂട്ടിലൈസ് ചെയ്ത് പോയി അതൊന്ന് ചെയ്യുമായിരുന്നു. ലൈക്ക് ബാർക്കോള വാസ് എ ബീസ്റ്റ് യെസ്റ്റർഡേ. നമുക്ക് പെട്ടെന്ന് 2 ടീമിൻ്റെ ലൈനപ്പിലോട്ട് പോവാം. ഹോം ടീമായ PSG, ഗോൾ കീപ്പർ ജിജി ഡൊണാരുമ, Ashraf Hakimi and Nuno Mendes at the full backs, Marquinhos and Pacho at backs. Then their stronger side, the midfield, Jesus Navas, Vitina, man, what a player. Fabian Ruiz. Then we have Kimli at the front. Then Barcola. Wow. And Man City, like with the usual lineup, Ederson coming in, like instead of Stefan Ortega, Guardiola and Matheus Nunes. ലൈക്ക് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുള്ളിപ്പരകൾ പറയുന്നതാണ്. റൂബൻ ഡിയാസ്, അക്കാഞ്ചി, കൊവാസിച്ച്, ബെർണാർഡോ സിൽവ, സബീഞ്ഞോ, കെവിൻ ഡി ബ്രൂയിന, ഫിൽ ഫോഡൻ, എർലിംഗ് ഹാലൻഡിലെ ഒരു സൂപ്പർ സ്റ്റാർ സ്കോഡ് തന്നെയാണ് ഇവർ ഇട്ട് കളിച്ചത്. പക്ഷേ എന്തൊക്കെയോ നമ്മൾ കഴിഞ്ഞൊരു 5-6 വർഷം കണ്ട് പഴകിയ ഒരു മാഞ്ചസ്റ്റർ സിറ്റി അല്ല നമ്മൾ ഇന്നലെ കണ്ടത്. ഫസ്റ്റ് ഹാഫിൻ്റെ കളി നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി അധികം പൊസഷനൊന്നും അല്ല. നമ്മൾ യൂഷ്വലി കാണുന്നൊരു സിറ്റി അല്ല ഇന്നലെ. ലൈക്ക് പൊസഷൻ ബേസ് ചെയ്യാതെ അവർ കൗണ്ടറോളം വന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് നമ്മൾ കണ്ടത്. ബോത്ത് ടീംസ് വെർ നോട്ട് ഗുഡ് അറ്റ് ദ ഫസ്റ്റ് ഹാഫ് യെസ്റ്റർഡേ. ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റി ആണെങ്കിലും ഒരു മിഡ്ഫീൽഡിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ലൈക്ക് യെസ്റ്റർഡേ വാസ് ബാറ്റിൽ ഓഫ് മിഡ്ഫീൽഡ്. ഞാൻ പറഞ്ഞല്ലോ PSG-യുടെ 3 main very strong midfield, Jesus Navas, Fabian Ruiz and Vitina. They were ആ ഗ്രൗണ്ട് മൊത്തം ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് സിറ്റിയെ വരിഞ്ഞ് മുറുക്കി കളിക്കുമായിരുന്നു ഇന്നലെ. അതേ പക്ഷം നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നിൽ നോക്കുകയാണെങ്കിൽ കൊവാസിച്ച്, ബെർണാർഡോ സിൽവ ആൻഡ് KDB. കൊവാസിച്ച് ആൻഡ് ബെർണാർഡോ സിൽവ ഒരു ഡബിൾ പിവറ്റ് റോളാണ് കളിച്ചെങ്കിലും അവരെന്തോ they were doing their things. ബട്ട് നമ്മൾ ആ റോഡിൽ നിന്ന് കിട്ടിയ ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ KDB ചെങ്ങായിക്ക് ആ AC കഴിഞ്ഞ പിന്നെ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക്
he need to play at the top level of football. He needs to rework on himself. Like he's not being defensively good. Defensively support ആവുന്നില്ല, ഇതൊരു ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല. എന്തോ നമ്മളെ പണ്ട് കാണുന്ന ഒരു ഡിബ്രൂയിനയുടെ ഒരു നിഴൽ മാത്രമായിട്ടാണ് നമ്മൾ ഈയിടെയായിട്ട് കാണുന്നത്. പുവർ ഡിഫെൻസീവ് വർക്കായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, റെസ്റ്റ് അപ്പാർട്ട് ഫസ്റ്റ് ഹാഫ് ബോത്ത് ടീംസ് ആർ ഡൂയിങ് ഗുഡ്. ഷോട്ട്സ് ഉണ്ടായിരുന്നു, പൊസഷൻ. PSG വാസ് ഹാവിങ് പൊസഷൻ. ലൂയിസ് എൻറിക്കസ് PSG. ലൂയിസ് എൻറിക്കെ നല്ലൊരു കോച്ചാണ്, ബട്ട് കമ്പയറിംഗ് വിത്ത് പെപ് ഗാർഡിയോള യു നോ ഗൈസ്. സോ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നുണ്ട്, ഇറ്റ്സ് സിറ്റി ദാറ്റ് സ്കോർസ് ഫസ്റ്റ്. ജാക്ക് ഗ്രിലിഷ് അറ്റ് ദ 50th മിനിറ്റ്. ജാക്ക് ഗ്രിലിഷ് സെപ്റ്റംബർ 2021 ശേഷമാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഗോൾ നേടുന്നതിനുള്ള കാര്യം ആലോചിക്കാനുള്ളത്. 100 മില്യൺ പ്ലസ് യൂറോസ് കൊടുത്ത് മേടിച്ചൊരു പ്ലെയറാണ്. ഓക്കെ, എനിവേ ജാക്ക് ഗ്രിലിഷ് സ്കോർസ്. സോ സിറ്റി വാസ് ഹാവിങ് സം മൊമെൻറ്റം അറ്റ് ദാറ്റ് ടൈം. ആൻഡ് എക്സാക്ട്ലി 3 minutes ആഫ്റ്റർ എർലിംഗ് ഹാലൻഡ്, ദി ഗ്രേറ്റ് ഹാലൻഡ് സ്കോർസ്, സിറ്റി ആർ കംഫർട്ടബിൾ നൗ 2-0. Then City displayed a very poor defensive like showcasing. Like ഭയങ്കര ഒരു പൂവർ ഒരു ഡിഫെൻസീവ് പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ച. നമുക്ക് ഫസ്റ്റ് ഗോൾ വന്ന വഴി നമുക്ക് നോക്കുകയാണെങ്കിൽ മാത്യൂസ് ന്യൂനസ് ദിസ് കൈ കാൺ ഡിഫെൻഡ്. അവിടെ ഒരു പ്ലെയർ കഴിയുമ്പം പുള്ളി അങ്ങോട്ട് കമ്മിറ്റ് ചെയ്യാൻ പോവുമ്പോൾ ഓക്കെ ആ പുള്ളിയുടെ ഫ്ലാങ്ക് വിട്ട് നേരെ പോയി കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ സ്പേസ് ഉണ്ട്. ദെൻ വേർ ഇസ് കൊവാസിച്ച് ഈസ് എ ഡബിൾ പിവറ്റ്. കൊവാസിച്ച് ആണ് അവിടെ ഓക്സിലറി മിഡ്ഫീൽഡറായിട്ട് വരേണ്ടത്. കൊവാസിച്ച് ഒരിക്കലും കവർ ചെയ്യാതെ അവിടെ ബാർക്കോളയുടെ സ്പീഡ് നമുക്കെല്ലാം അറിയാവുന്നൊരു ഇതാണ്. ബാർക്കോളയ്ക്ക് ഒരു ഫ്രീ സ്പേസ് കൊടുക്കുകയാണ്. ബാർക്കോള ആ പയ്യൻ ഓടിപ്പോകുന്നു. കൊവാസിച്ച് പിന്നെ പുറകെ, പിന്നെ കൊവാസിച്ചിന് പിടിക്കാൻ പറ്റുന്നില്ല ബാർക്കോള. ഹി കാൺ ലൈക്ക് ക്യാച്ച് ബാർക്കോള സ്പീഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉസ്മാൻ ഡെംബലെ പുള്ളി ഒരു ബിഹൈൻഡ് റൺ നടത്തുന്നു. 2 പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ബാർക്കോള ഈസിലി ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. സ്കോർ സിറ്റി 2 PSG 1. പിന്നെയും സിറ്റി എന്തോ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് ഇല്ലാതാണ്. പിന്നെ അഡിഷൻസ് കവർ ചെയ്യാൻ നമ്മൾ പണ്ടത്തെ ഒരു സിറ്റി കണ്ടതുപോലെ ആ ഒരു ഡിഫെൻസീവ് കവറപ്പ് ഒന്നും ചെയ്യുന്നില്ല. ആബ്സല്യൂട്ട്ലി അവർ ഫ്രീ ആയിട്ട് വിടുവാണ്. അപ്പോൾ PSG പ്ലെയേഴ്സ് അവർ സ്പീഡുണ്ട്, അവർക്കൊരു എക്സ്പ്ലോസീവ്നെസ് ഉണ്ട്, അവർ യങ് ആണ്. അവരത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റ് ചാൻസസ് കൊണ്ടുവരുന്നു, ഷൂട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഗോളാണ് സെക്കൻഡ് ഗോൾ വരുന്നത്. ബ്രാഡ്ലി ഇത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്നു, ബാർക്കോള ഗോൾ അടിക്കുന്നു. അടുത്ത ഗോളും ബാർക്കോള വരുന്നു, ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു, റീബൗണ്ട് വരുന്നു. ജാവോ നവാസ് വാസ് റൈറ്റ് പൊസിഷൻ, ഹി ഹെറ്റ്സ് ഗോൾ. ഓക്കെ, സിറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു ഷിറ്റ് ഡിഫെൻസ്. സിറ്റി വാസ് ഡിസ്പ്ലേയിങ് ഷിറ്റ് ഡിഫെൻസീവ് പെർഫോമൻസ് യെസ്റ്റർഡേ. ലൈക്ക് ഒരു പണ്ട് നമ്മൾ കണ്ടൊരു സിറ്റി ഡിഫെൻസ് അല്ല ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ലൈക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു 2-3 വർഷം മുമ്പ് സിറ്റി ഹൗ ബ്യൂട്ടിഫുള്ളി ദ വേ ദ പ്ലേയിങ്. ലൈക്ക് ഓരോ പാസസും ലൈക്ക് എന്താ പറയുക ഒരു നൂല് കെട്ടിങ്ങനെ കളിക്കുന്ന പോലെ എവറി പ്ലേയേഴ്സ് വെർ കോൺസ്റ്റൻ്റ്ലി അറ്റാച്ച് ടു ഈച്ച് അതർ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ വെർ ദ പ്ലേയിങ്. ബട്ട് നൗ I can't see this Man City's again. Pep Guardiola, bro, what happened to you? I can't understand. Okay, നമുക്കിനിയും UCL ടേബിളോട്ട് നോക്കാം. വാട്ട് ആർ ചാൻസസ്? ഓക്കെ, ഇന്നലത്തെ കളിക്ക് ശേഷം റിയൽ മാഡ്രിഡ് ആർ സേഫ്. റിയൽ മാഡ്രിഡ് ഒരു ചെറിയൊരു നോക്കൗട്ട് ഇഷ്യൂ അവർക്കുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് റിയൽ മാഡ്രിഡ്, അവരൊരിക്കലും നോക്കൗട്ടായി പോയില്ല. അപ്പോൾ റിയൽ മാഡ്രിഡ് വിൻസ് ആൻഡ് റിയൽ മാഡ്രിഡ് ഇസ് ഇൻ സേഫ് പൊസിഷൻ. PSG needed to win yesterday. They won and they are in 22nd position. They're almost safe. Manchester City is currently in the 25th position. Currently they are outside the top 24, which means അടുത്ത കളി ജയിച്ചില്ലെങ്കിൽ മാൻ സിറ്റി പുറത്താണ്. ക്യാൻ യു ബിലീവ്? 2 വർഷം മുമ്പ് UCL ചാമ്പ്യൻസ് ആയി, അതും യൂറോപ്പിനെ ആബ്സല്യൂട്ട്ലി ഡോമിനേറ്റ് ചെയ്ത് കളിച്ചൊരു ടീം വിത്ത് അതേ കോച്ച്, ഓൾമോസ്റ്റ് അതേ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് വെച്ചിട്ട് ഇങ്ങനൊരു ഡിസ്പ്ലേ നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. സോ മാൻ സിറ്റിയുടെ നെക്സ്റ്റ് മാച്ച് വരുന്നത് ക്ലബ് ബ്രൂജ് ആയിട്ടാണ്. അവർ 20th പൊസിഷനിലാണ്. 2 ടീമിനും ഇറ്റ്സ് എ വിൻ സിറ്റുവേഷൻ. ദ തിങ് ഈസ് ക്ലബ് ബ്രൂജിൻ്റെ സ്റ്റേഡിയത്തിലാണ്, ബെൽജിയത്തിൽ വെച്ചിട്ട്. മാൻ സിറ്റി ആൻഡ് പെപ് ഗാർഡിയോള ഹാവ് ടു ഡു സംതിങ്.
heaven or hell, they have to do something and win this match. So UCL അവസാന റൗണ്ട് മത്സരം വരുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടൈറ്റ് മാച്ച്. സോ മാഞ്ചസ്റ്റർ സിറ്റി ഹാവ് സംവെയർ, എവിടെയോ അവരുടെ എന്തോ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്, റോഡ്രി അവരുടെ മെയിൻ പ്ലെയർ ആയിരുന്നു, പുള്ളിക്ക് ACL ആയി. പിന്നെ ജോൺ സ്റ്റോൺസിന് അവൈലബിലിറ്റി ഇല്ല. ഞാൻ വിശ്വസിക്കുന്നു റോഡ്രി ഇല്ലായിരുന്നെങ്കിൽ പെപ് ഗാർഡിയോള ജോൺ സ്റ്റോൺസിനെയും കൊവാസിച്ചിനെ വെച്ച് എന്തെങ്കിലുമൊക്കെ ആ ഒരു ഇത് ചെയ്തേനെ. ഇപ്പോൾ ജോൺ സ്റ്റോൺസ് ഇല്ലാത്ത പക്ഷം ഒരു ഡിഫെൻസീവിലെ പിവോട്ട് കളിക്കാൻ അവിടെ ആരും ഇല്ല പെപ് ഗാർഡിയോളയ്ക്ക്. പെപ് ഗാർഡിയോള നീഡ് ടു ഫൈൻഡ് സം സൊല്യൂഷൻസ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ചാമ്പ്യൻസ് ലീഗ് ലാസ്റ്റ് റൗണ്ട് ഓഫ് ഗ്രൂപ്പ് മാച്ചസ് ഈസ് ഗോയിങ് ടു ബി എക്സൈറ്റിംഗ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽസ് ഫോർ മോർ എക്സൈറ്റിംഗ് വീഡിയോസ് ആൻഡ് സീ യു സൂൺ. താങ്ക് യു.